അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്കൊരു യാത്രയാണ് കേട്ടോ. ഉടുമ്പൻചോലയ്ക്ക് ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂറോളം ഉണ്ട്. എങ്കിലേ ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോഴേക്ക് ഇരുട്ട് തപ്പിയിട്ടുണ്ടാവും. എങ്കിലും സാരമില്ല, നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ തുടങ്ങിയിട്ടേ കുറച്ച് നേരമായില്ലെങ്കിലും വിശപ്പിൻ്റെ വിളി എവിടെ നിന്നൊക്കെയോ വന്നു തുടങ്ങിയേ. അതിപ്പോൾ പറയാനൊന്നുമില്ല, വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ആദ്യം വയറ് സമ്മതിക്കില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. ഇതിന് തുടക്കമിടുന്നേ മക്കളാണെങ്കിൽ ഇന്നിപ്പോൾ വ്യത്യസ്തമായിട്ട് ഈ രോഗം ആരംഭിച്ചേക്കുന്നത് നമ്മുടെ ഏട്ടനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് മല്ലു പിടിക്കാതെ ഒരു കടയുടെ ഫ്രണ്ടിലെങ്കിൽ നിർത്തി ഇറങ്ങി കഴിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഏട്ടൻ പോയി കുറച്ച് പലഹാരം ജ്യൂസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതിങ്ങനെ വണ്ടിയിലിരുന്ന് അടിപൊളിയായിട്ട് അങ്ങ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ഷീണമായി. ആദ്യക്കുട്ടനാണ് ഉറക്കം തുടങ്ങി. എപ്പോൾ വീട്ടിൽ ചെന്നാലും നേരെ പോവുക അടുക്കളയിലേക്കാണെങ്കിലേ ഇന്ന് നേരെ നമ്മൾ പോയത് റൂമിലേക്കാണ്. നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞംഗം കൂടി എത്തിയിട്ടുണ്ടെന്നേ. ഇതാണ് കേട്ടോ ആ താരം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുഖത്ത് ഒരു പ്രത്യേക സന്തോഷവും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ അമ്മുക്കുട്ടിയുടെ കുഞ്ഞാവയാണ്. ഉണ്ടായിട്ട് ഒരുപാട് ദിവസമൊന്നും ആയില്ലെന്നേ, വളരെ ചുരുക്കം കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറ്റിയും പറിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചത്. അങ്ങനെ കുഞ്ഞാവിനെ കളിപ്പിച്ചും കൊതിച്ചും ഒക്കെ ഇരുന്നേ നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ പൊടി പോരും. അമ്മ നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചുകൂടെ ഉണ്ടാക്കിയും കൂടി ഇരിപ്പുണ്ടായിരുന്നേ. അതൊരു പീസ് അന്തിക്കുട്ടി എടുത്ത് നമ്മുടെ വായിലേക്ക് വെച്ച് തന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മേ എന്താ ടേസ്റ്റ്. അപ്പോഴേക്കേ അമ്മ നല്ല ചൂടൻ ചായയും ഏത്തക്ക പുഴുങ്ങിയതൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ഇത് കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അച്ഛനും മക്കളും കൂടി അവിടെ നല്ല കളികളിലായിരുന്നേ. നമ്മുടെ ആദ്യം കാശിയും അച്ഛനുമേ ഇവർ 3 പേരോട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തൃശ്ശൂർ പൂരമാണ് കേട്ടോ. നല്ല ഉത്സവമാണ്. എന്താണെന്നറിയില്ല കേട്ടോ, എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് കളിയോ ചിരിയോ അങ്ങനെ എന്തൊക്കെയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാനും ഏട്ടനും നന്നായിട്ട് ചായയൊക്കെ കുടിച്ചു. നന്ദും പാറുക്കുട്ടിയും കൂടെ ഒരു വശത്തേക്കും കയറിയിട്ടുണ്ട്. ഇനി അവർ കുറച്ച് സമയത്തേക്ക് ഇങ്ങോട്ട് നോക്കേ വേണ്ട കേട്ടോ. അങ്ങനെ ആദ്യക്കുട്ടിന് നമ്മുടെ കുഞ്ഞാവിനെ എടുക്കാനായിട്ടൊരു ആഗ്രഹം. എടുക്കണമെന്ന് ഇവിടുന്നേ പറഞ്ഞിട്ടാണ് പോയത്. ആദ്യക്കുട്ടിനെ കുഞ്ഞിനെ കുറച്ച് നേരം എടുക്കണമെന്നൊക്കെ ആയിരുന്നു കേട്ടോ ഒരാഗ്രഹം. അങ്ങനെ എടുത്തോണ്ട് നടക്കലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം മടിയിലൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ തലയിൽ കയ്യിൽ കാലിലൊക്കെ ഇങ്ങനെ തൊട്ടും തടവിയൊക്കെ ഇരുന്നു കേട്ടോ. ഇന്നാണെങ്കിലേ നമ്മുടെ കാശിക്കുട്ടിൻ്റെ പിറന്നാൾ കൂടിയാണേ. ഹാപ്പി ബർത്ത്ഡേ കാശിക്കുട്ട. കാശിക്കുട്ടിൻ്റെ പിറന്നാൾ ഇന്നാണോ എന്ന് ചോദിച്ചാൽ ഇന്നല്ല കേട്ടോ. ആളെ ഒരു സ്പെഷ്യൽ ഡേയിലുള്ളതാണ്, നമ്മുടെ ഫെബ്രുവരി 29. അങ്ങനെ കാശിക്കുട്ടിൻ്റെ പിറന്നാൾ ഫെബ്രുവരി 29 തന്നെ ആഘോഷിക്കണമെങ്കിലേ നമ്മൾ 4 വർഷം കാത്തിരിക്കണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടേ ഈ ഫെബ്രുവരി 28 കഴിഞ്ഞ് 1-ാം തീയതി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടിയൊരു ദിവസമാണല്ലോ. അങ്ങനെ തകൃതിയായിട്ട് നമ്മുടെ കാശിക്കുട്ടൻ്റെ കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കാശിക്കുട്ടിൻ്റെ ഒരു പീസ് കൊടുത്തു. പിന്നെ ആദിക്കും പാറുവിനും ഒക്കെ അവരുടെ ചിറ്റ അങ്ങനെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ ഒരു സന്തോഷം. ഒരിക്കൽ കൂടി നമ്മുടെ കാശിക്കുട്ടിന് ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ കേക്ക് മുറിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലെ പൂരേ തീർന്നിട്ടില്ല. എന്ത് ആഘോഷം അത് തന്നെ, അത് കഴിഞ്ഞിട്ടില്ല. എല്ലാവരോടും കൂടുമ്പോഴേ പൂരമാണ്. തൃശ്ശൂർ പൂരം പോലും തോറ്റുപോകുന്ന കലപിലയാണ് നമ്മുടെ വീട്. പിള്ളേരെല്ലാം കൂടെ കലപില വെച്ച് ഒരു സൈഡിലേക്ക് അങ്ങ് മാറുമ്പോൾ നമ്മുടെ പാറും നന്ദും കൂടി ഒരു റൂമിലേക്കും കയറും. പിന്നെ അതുങ്ങളെ കിട്ടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ അമ്മായിമാരും അമ്മാവന്മാരുമായിട്ടുള്ള മെയിൻ കത്തേടിയാണ് നമ്മുടെ വിനോദം. ഇതെല്ലാവരും കൂടെ കൂടിയിരുന്ന ജോളിയായിട്ട് കോമഡിയൊക്കെ പറയുമ്പോഴേ സമയം പോകുന്ന പോലെ അറിയില്ല കേട്ടോ. പിന്നെ ഭക്ഷണത്തിനായിട്ട് അമ്മ നല്ല ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും എല്ല് കറിയും അപ്പവും കപ്പപ്പുഴുക്കും ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വർത്താനം പറയുന്നുണ്ടെങ്കിലും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കത്തിയടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അമ്മായിക്കൊരു പരാതിയുണ്ട് കേട്ടോ. അമ്മായിക്ക് കിട്ടിയത് മൊത്തം എല്ലും കഷ്ണാണെന്ന്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ കുറച്ച് കൂടി കറി അമ്മായിക്കും വിളമ്പി നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഒരു പിടുത്തം കൂടെ അങ്ങ് പിടിച്ചിട്ടേ ഇനി എല്ലാവരും അവനവൻ്റേതായ വീട്ടിലേക്ക് പിരിയണ്ടേ. ഞങ്ങൾ എന്തായാലും നാളെയുള്ളൂ കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ബാക്കി എല്ലാവരും പോകാനായിട്ടൊക്കെ റെഡിയാകും കേട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേ വീടാപ്പാട് ശൂന്യമായിട്ടോ. കുഞ്ഞിനെയും കളിപ്പിച്ച് കുറേ നേരം കൂടെ അവിടെ ഇങ്ങനെ ഇരുന്നു. നട്ടപ്പാതിരാത്രി 1 മണിയായെന്ന് ഓർക്കണം. ഇനിയെങ്കിലും പോയി കിടന്നില്ലെങ്കിലേ നമുക്ക് നാളെ രാവിലെ വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇനിയും പോയി കിടക്കട്ടെ കേട്ടോ. ഇതൊക്കെ കാണുന്നവരെ സമ്മതിക്കണമെന്ന് ഓർത്തുകൊണ്ട് നിർത്തട്ടെ.